ഓക്കെ, ഇനി നോക്കാൻ പോകുന്നത് ഫോർ ഇൻ അല്ലെങ്കിൽ ഫോർ ഓഫ്. ഈ രണ്ട് ലൂപ്പാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ ലൂപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറേസിലുള്ള വാല്യൂസ് നമുക്ക് ഐട്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ലൂപ്പിൽ ഇട്ടിട്ട് വാല്യൂസ് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് എന്ന പ്രോപ്പർട്ടീസ് നമുക്ക് എടുക്കാനൊക്കെ പറ്റും. അപ്പൊ അതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് ഒബ്ജക്റ്റ് എന്താണെന്ന് നോക്കാം, അറേ എന്താണെന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അറേ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് ഡേറ്റ എന്നാണ് അറേ എന്ന് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ള കുറച്ച് ലാംഗ്വേജിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അറേയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഡേറ്റ ടൈപ്പുള്ള വാല്യൂസ് മാത്രമേ അറേക്കകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അറേയുടെ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ മെമ്മറിയിൽ ഇഷ്ടംപോലെ ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് അറേയുടെ കൺസെപ്റ്റ്. ബാക്കിയുള്ള ലാംഗ്വേജിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അറയ്ക്കകത്ത് സെയിം ടൈപ്പുള്ള ഡേറ്റാസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചില ലാംഗ്വേജിൽ സിയിലും C++, ജാവയിലേക്ക് എടുക്കണമെങ്കിൽ അറയ്ക്കകത്ത് സെയിം ടൈപ്പുള്ള എന്ന് വെച്ചാൽ നമ്പേഴ്സ് ആണ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്പേഴ്സിന്റെ വാല്യൂസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്ട്രിംഗ് ആണെങ്കിൽ സ്ട്രിംഗ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ്, അങ്ങനെ. പക്ഷേ ജാവാസ്ക്രിപ്റ്റിൽ അങ്ങനത്തെ കേസ് ഇല്ല. നമുക്കൊരു അറയ്ക്കകത്ത് ഇഷ്ടം പോലുള്ള ഡേറ്റാസ്, ഡിഫറെന്റ് ടൈപ്പുള്ള ഡേറ്റാസ് നമുക്ക് എന്ത് ചെയ്യാം, അറയ്ക്കകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ അറേ ഡിക്ലെയർ ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റിൽ ഈസിയാണ്. ലെറ്റോ ആറോ യൂസ് ചെയ്യണം ഒരു വേരിയബിൾ ക്രിയേഷന്. എന്നിട്ട് ഒരു വേരിയബിൾ നെയിം, ഞാൻ ഇവിടെ AR എന്ന് എടുക്കുന്നു, ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പണും ക്ലോസ് ചെയ്യുന്നു. ഇതാണ് ഒരു MD അറേ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധനം. ഇതാണ് ഒരു MD അറേ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഇനി ഈ അറയ്ക്കകത്ത് വാല്യൂ പുഷ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വാല്യൂ ആഡ് ചെയ്യണമെങ്കിൽ ARR ഡോട്ട് പുഷ് പാരാന്തിസിനകത്ത് ഒരു ഇപ്പൊ ഞാൻ 5 എന്നുള്ള വാല്യൂ ആഡ് ചെയ്ത് ഇനി ഞാൻ അറേ പ്രിന്റ് ചെയ്യണമെങ്കിൽ എനിക്ക് 5 എന്ന് പറയും. ഓക്കെ, ഇനി അത് കണക്ക് അടുത്ത വാല്യൂ പുഷ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും ARR ഡോട്ട് പുഷ്. ഇപ്പൊ ഞാൻ ഒരു പേരാണ് കൊടുക്കണം, അമൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അമൽ എന്ന വാല്യൂ പ്രിന്റ് ആവും. ഇനി ARR ഓഫ് എടുക്കണമെങ്കിൽ കണ്ട രണ്ട് വാല്യൂസ് ഉണ്ട്, 5 അമൽ. 0 തൊട്ടാണ് ഇൻഡെക്സ് പൊസിഷൻ തുടങ്ങണം. 0th പൊസിഷനിൽ ഏത് വാല്യൂ ഇരിക്കും, 5. ഒന്നാമത്തെ പൊസിഷനിൽ അമൽ എന്ന വാല്യൂ ഇരിക്കും, ലെങ്ത് 2. കണ്ട, ഇപ്പൊ ഡിഫറെന്റ് ഡേറ്റ ടൈപ്പുള്ള സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറയിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രീതിക്ക് മാത്രമല്ല സ്റ്റോർ ചെയ്യണം, നമുക്ക് വേണമെങ്കിൽ ലെറ്റ് ARR ഈക്വൽ ടു ഡയറക്റ്റ് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റും. 10, അമൽ അല്ലെങ്കിൽ അമല, അങ്ങനെ ഡയറക്റ്റ് ആയാലും നമുക്ക് ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും. നമുക്ക് പുഷ് എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ, പുഷ് എന്ന് പറഞ്ഞ മെത്തേഡും പോപ്പ് എന്ന് പറഞ്ഞ മെത്തേഡും യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അറയിലോട്ട് ആഡ് ചെയ്യാനും വാല്യൂ ഡിലീറ്റ് ചെയ്യാൻ പറയും. ഇപ്പൊ പോപ്പ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്, ARR ഡോട്ട് പോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വാല്യൂ റിമൂവ് ആയി തരും. എവിടുത്തെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഇരിക്കുന്ന വാല്യൂ എന്ത് ചെയ്യും, റിമൂവ് ചെയ്തോളൂ. ഇനി ഞാൻ അറേ പ്രിന്റ് ചെയ്യണമെങ്കിൽ കണ്ട എനിക്ക് 10 മാത്രമേ വരത്തുള്ളൂ. അപ്പൊ ഇതാണ് അറേ എന്ന് പറയുമ്പോൾ തോനെ ഡേറ്റാസ് നമുക്ക് സിംഗിൾ മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ജാവാസ്ക്രിപ്റ്റിന്റെ കേസ് എടുക്കാൻ നേരത്ത് ഏത് ടൈപ്പുള്ള വാല്യൂസും ഒറ്റ സിംഗിൾ അറേയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് അറേയുടെ ഒരു മെയിൻ ഹൈലൈറ്റ്. പിന്നെ നമുക്ക് വേരിയബിൾസിന്റെ അകത്ത് നമ്മൾ സാധാരണ വേരിയബിൾ ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ലെറ്റ് A ഈക്വൽ ടു B അങ്ങനെയൊക്കെയല്ലേ കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഒരു വേരിയബിളിനെ ഒബ്ജക്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്യാം. ഒന്നിൽ കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം, ലെറ്റ് സ്റ്റുഡന്റ് വേരിയബിളിനെ ഈക്വൽ ടു, എനിക്ക് ഇതിന്റെ അകത്ത് ഒന്നിൽ കൂടുതൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്യണം. ആ സ്റ്റുഡന്റിന്റെ പേര് ആഡ് ചെയ്യണം, വയസ്സ് ആഡ് ചെയ്യണം, പിന്നെ കോഴ്സ് ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് അറേ വെച്ച് ചെയ്യാം, പക്ഷെ അല്ല നമുക്ക് വേരിയബിളിനെ ഒബ്ജക്റ്റ് ആക്കിയും ചെയ്യാം. അത് ചെയ്യാൻ എളുപ്പമാണ്. ജസ്റ്റ് ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുക, ഈക്വൽ ടു ഇടുക, കള്ളി ബേസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു കീ വാല്യൂ പെയറിൽ നമ്മൾ എഴുതണം. ഒരു കീ വാല്യൂ പെയർ, ആദ്യത്തെ കീ ആണ് നൈം കോളൻ പേര് അമൽ, കോമ ഇട്ടിട്ട് അടുത്ത വാല്യൂ നമുക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം, അടുത്ത കീ വേണം, ഏജ് ഈക്വൽ ടു. ഈ കീ നമുക്ക് ഏജ് ഈക്വൽ ടു ഏജ് കോളൻ കീ എഴുതി കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം, അതിന്റെ വാല്യൂ 24, കോമ ഇട്ടിട്ട് അടുത്ത ഒരു കീ ആണെങ്കിൽ കോഴ്സ്, ഇതാണ് എന്റെ ഒരു കീ, കോളൻ എന്ത് ചെയ്യാം, കോഴ്സ് എന്ത് കൊടുക്കാം, MCA. ഓക്കെ, കോമ ഇട്ടിട്ട് എടുക്കാം, അല്ലെങ്കിൽ കോമ മാറ്റാം. ഇനിയും കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോമ ഇട്ടേക്കാം, കോമ ഇട്ട് വെച്ചേക്കാം, അത് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഞാൻ ഇപ്പൊ എൻ്റർ അടിക്കുകയാണെന്ന് വെച്ചോ. എന്നിട്ട് ഞാൻ ഇവിടെ സ്റ്റുഡന്റ് പ്രിന്റ് ചെയ്യണമെങ്കിൽ, സ്റ്റുഡന്റ് പ്രിന്റ് ചെയ്യുന്നെങ്കിൽ കണ്ടാ എനിക്ക് ഇതെല്ലാവരും ഒബ്ജക്റ്റ് ആക്കി കിട്ടും. കണ്ടാ, അപ്പൊ ഈ സ്റ്റുഡന്റ് അകത്ത് ഇപ്പൊ എന്തൊക്കെ ഇരിപ്പുണ്ട്, നൈം ഇരിപ്പുണ്ട്, ഏജ് ഇരിപ്പുണ്ട്, കോഴ്സ് ഇരിപ്പുണ്ട്. അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു വേരിയബിളിനെ ഒബ്ജക്റ്റ് ആക്കി ജാവാസ്ക്രിപ്റ്റിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഒരു വാല്യൂ മാത്രം എടുത്താൽ മതി എന്ന് വെച്ചോ. അപ്പൊ സ്റ്റുഡന്റ് ഡോട്ട് നൈം ആ കീ കൊടുക്കണമെങ്കിൽ എന്ത് കിട്ടും. ഇനി അടുത്ത ഏജ് ആണ് ഒരാളാണെങ്കിൽ സ്റ്റുഡന്റ് ഡോട്ട് ഏജ്. കൺസെപ്റ്റ് മതിയായ ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ ഒബ്ജക്റ്റും ഇങ്ങനത്തെ ഫംഗ്ഷൻസും, ഇങ്ങനത്തെ ഒബ്ജക്റ്റ്, ഇങ്ങനത്തെ അറേ, സ്ട്രിങ്, ഇതിനെയൊക്കെ ലൂപ്പ് ചെയ്യുക, ഇതിനെയൊക്കെ ഐട്രേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫോർ ഓഫും ഫോർ ഇന്നും യൂസ് ചെയ്യണം. ഫോർ ഓഫ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂസ് പ്രിന്റ് ചെയ്യാനാണ് ഫോർ ഓഫ്സ് യൂസ് ചെയ്യണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ എഴുതാം, ലെറ്റ് STR ഈക്വൽ ടു ഹലോ
എനിക്ക് എന്ത് ചെയ്യണം, ഈ സ്ട്രിങ്ങിന് ഐട്രേറ്റ് ചെയ്യണം, ഓരോ ലൂപ്പിൽ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട്, അല്ലെങ്കിൽ ഓരോ വേർഡിനെ എനിക്ക് ഐട്രേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ എഴുതണം ഫോർ പാരാന്തിസിനകത്ത് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം ലെറ്റ് എക്സ്. എന്നിട്ട് ഇവിടെ എന്ത് യൂസ് ചെയ്യും, ഓഫ്. ഓഫ് അല്ലെങ്കിൽ ഇന്നാണ് യൂസ് ചെയ്യണം. വാല്യൂസ് മാത്രമാണ് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഓഫ് യൂസ് ചെയ്യണം. ഓഫ് ഏതെന്നാണ് എനിക്ക് വാല്യൂ എടുക്കാനുള്ള, എസ് ടി ആർ എന്നാണ് വാല്യൂ എടുക്കാനുള്ളത്. അപ്പൊ എസ് ടി ആർ. ഓക്കെ. ഇനി പാരാന്തിസിസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇനി ഇതിനകത്ത് കിടക്കുന്ന ഓരോ വാല്യൂസ് എവിടെ കിടക്കും, ഈ ഒരു എക്സിന്റെ അകത്ത് കിടക്കും. ഈ ഒരു ഹെലോ എന്നും പറഞ്ഞ ഓരോ വേർഡും ഓരോ ഐട്രേഷൻ. ഇത് എത്ര തവണ കറങ്ങുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 തവണയാണ് ലൂപ്പ് കറങ്ങുന്നത്. ഓരോ തവണ എക്സിന്റെ വില എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലെറ്റേഴ്സ് ആയിരിക്കും. ആദ്യത്തെ തവണ എക്സിന്റെ വില എച്ച് ആയിരിക്കും, രണ്ടാം തവണ ഇ ആയിരിക്കും, പിന്നെ എല്, അടുത്ത എല്, പിന്നെ ഓ. എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. അതിന് മുമ്പ് console.log എക്സ്, പിന്നെ എന്റർ അടിക്കുകയാണ്. കണ്ട HELLO, ഇവിടെ 2 തവണ എല് വന്നിട്ടുണ്ടാണ്, ഇവിടെ 2 എന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓ ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐറ്ററേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയ? നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇതിന്റെ വർക്കിംഗ് എന്ന് പറയാൻ നേരത്ത് നമ്മളെ ഫോർ ലൂപ്പ് പോലെയാണ് വർക്ക് ആവുന്നത്. ജസ്റ്റ് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വേരിയബിൾ STR എന്നുള്ള വേരിയബിൾ വരും. അപ്പൊ നമ്മളിവിടെ എന്താണ് സ്റ്റോർ ചെയ്യണം, സ്ട്രിങ് ആണ് സ്റ്റോർ ചെയ്യണം. അപ്പൊ സ്ട്രിങ് ഒക്കെ മെമ്മറിക്കകത്ത് ഇരിക്കണം ഈ ഒരു ഫോർമാറ്റിലോട്ടാണ്, HELLO. അപ്പൊ ഇതിന് ഓരോന്നിനും ഒരു ഇൻഡെക്സ് പൊസിഷൻ കാണാം, 0 1 2 3 4. ഇതാണ് അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ. ഇതാണ് ആ ഒരു ഇൻഡെക്സിൽ. ഇപ്പൊ ഞാൻ ഇവിടെ STR സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് 0 എന്ന് കൊടുത്തതിന് എനിക്ക് എന്ത് പ്രിന്റ് ആയിട്ട് വരും, H പ്രിന്റ് ആയിട്ട് വരും. അത് വേണമെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ. ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ STR സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഞാൻ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട താഴെ എനിക്ക് H എന്ന് പ്രിന്റ് ആയി. ഇപ്പൊ ഞാൻ 1 എന്ന് കൊടുക്കണമെങ്കിൽ E, 2 എന്ന് കൊടുക്കണമെങ്കിൽ L, 3 എന്ന് കൊടുത്താൽ L വരത്തുള്ളൂ, 4 കൊടുത്തു കഴിഞ്ഞാൽ O എന്ന് വരും. കോൺസെപ്റ്റ് ക്ലിയർ ആയ? അപ്പൊ നമ്മളൊരു സ്ട്രിങ് ഒക്കെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഒരു വേരിയബിളിനകത്ത് സ്ട്രിങ് ഒക്കെയാണ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇങ്ങനെയായിരിക്കും സ്റ്റോർ ചെയ്യണം. നമ്മളെ വേരിയബിൾ, നമ്മളെ മെമ്മറി ലൊക്കേഷൻ നെയിം എന്താണോ കണ്ടതിന് അതിനനുസരിച്ച് മെമ്മറി ഇങ്ങനെ തിരിക്കും. HELL. അതിന് ഓരോന്നിനും ഓരോ ഇൻഡെക്സ് പൊസിഷൻ ഉണ്ട്, 0 1 2 3 4. എന്നിട്ട് ഈ ലൂപ്പിനകത്ത് വന്നിട്ട് ഒരു എക്സ് എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ആവും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് ആരുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്, റെഫർ ചെയ്തേക്കുന്നത്, STR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ആദ്യം എക്സിന്റെ വില എന്തായിട്ട് വരും, 0. പക്ഷെ പ്രിന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യണത്, STR ഓഫ് എക്സ് എന്നും പറഞ്ഞാണ് പ്രിന്റ് ആവുന്നത്. പക്ഷെ അത് കാണത്തില്ല. പക്ഷെ ബിഹൈൻഡ് സീനിൽ ഇങ്ങനെ വർക്കാവുന്നത് STR ഓഫ് എക്സിന്റെ വില 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, H. അതുകൊണ്ടാണ് നമുക്ക് ആദ്യം H എന്ന് കിട്ടിയത്. പിന്നെ അടുത്ത ലൂപ്പ് കറങ്ങാതെ, ഈ ലൂപ്പ് എത്ര നേരം കറങ്ങുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാണ്ടെ ഈ സ്ട്രിങ്ങിന്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു 5 തവണയാണ് കറങ്ങണത്, കാരണം അത്രയും ലെങ്ത് 1 2 3 4 5. അപ്പൊ 5 തവണയായിരിക്കും കറങ്ങണത്. അപ്പൊ അടുത്ത എത്താൻ നേരത്തെ എക്സിന്റെ വില എന്തായിരിക്കും, E ആയിരിക്കും. അടുത്ത എത്താൻ നേരത്തെ L ആയിരിക്കും. അടുത്തെത്തുമ്പോൾ വീണ്ടും L, അടുത്തെത്തുമ്പോൾ O. അങ്ങനെയാണ് കറങ്ങണം. അപ്പൊ നമുക്ക് ഓഫ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഫ് യൂസ് ചെയ്ത് നമുക്ക് വാല്യൂസ് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അറേയുടെ കേസിലും പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ലെറ്റ് ഈ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാണ്. ഇതിനകത്ത് പേര് കൊടുക്കുക, അമല്, നാഫില്, അർഷാദ്. ഓക്കെ, പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പ്രിന്റ് ചെയ്യാം. ഫോർ ലൂപ്പ് വെച്ച് ഫോർ ഓഫ് യൂസ് ചെയ്ത് ഫോർ ലെറ്റ് എക്സ് ഓഫ് ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്യണം, അറേ ആയിട്ട്, ഈ വേരിയബിൾ ആയിട്ടാണ് റിലേറ്റ് ചെയ്യണം. എന്നിട്ട് കർലി ബ്രേസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. കൺസോളിന്റെ അകത്ത് console.log ബ്രാക്കറ്റിനകത്ത് എന്ത് കൊടുക്കുക, എക്സ് കൊടുക്കുക. ഇനി പ്രിന്റ് ചെയ്യുമ്പോൾ താഴെയായിട്ട് അമല്, നാഫിൽ, അർഷാദ് കാണിക്കും. അമല്, നാഫിൽ, അർഷാദ്. ഞാൻ നേരത്തെ സ്ട്രിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്ത കണക്ക് തന്നെയാണ് ഇവിടെ വരുന്നത്. സ്ട്രിങ്ങിനെ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത കണക്ക് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഒരു അറേ, ഒരു മെമ്മറി സ്പേസ് അറേ ക്രിയേറ്റ് ആവും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ ഓരോ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വയ്ക്കും. ഓക്കെ. എന്നിട്ട് 0 1 2 സ്ട്രിങ് ആയാലും അറേ ആയാലും ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ 0 ഇട്ടാണ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ എന്ത് ചെയ്യും, നേരെ ലൂപ്പിന്റെ അകത്തുനിന്ന് ഒരു എക്സ് എന്ന് പറഞ്ഞ മെമ്മറി ക്രിയേറ്റ് ചെയ്തിട്ട് അത് എവിടെയായിട്ടാണ് റെഫർ ചെയ്തേക്കണം, ഈ വേരിയബിൾ ആയിട്ടാണ് റെഫർ ചെയ്തേക്കണം. ഇപ്പൊ എന്ത് ചെയ്യും, എക്സിന്റെ അകത്ത് ആദ്യമുള്ള വാല്യൂ 0 ആയിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൺസോൾ ലോഗ് എക്സ് എന്നാണ് കാണിക്കുന്നത്. പക്ഷെ എക്സ് ശരിക്കും ഇരിക്കുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ്, അറേ ഓഫ് എക്സ്. ഈ ഒരു ഫോർമാറ്റിലാണ് ഇവിടെ എക്സ് ഇരിക്കുന്നത്. അത് ബിഹൈൻഡ് സീനാണ്, നമ്മൾ ഇത്രയും ചിന്തിക്കേണ്ട. അപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ എക്സിന്റെ വില 0 ആണ് പറയുന്നത്. അപ്പൊ AR ഓഫ് 0 എന്ന് പറയാൻ നേരത്ത് ഈ ഒരു അറയ്ക്കകത്ത് 0th പൊസിഷനിൽ എന്താണ് ഇരിക്കുന്നത്, അമല്. അതുകൊണ്ടാണ് ഫസ്റ്റ് അമൽ എന്ന് പ്രിന്റ് ചെയ്ത് കാണിച്ചത്.
ഇനി അടുത്ത ലൂപ്പ് വീണ്ടും കറങ്ങും. ഇത് ലൂപ്പ് എങ്ങനെ എത്ര കറങ്ങും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അറയ്ക്കകത്തിരിക്കണ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇവിടെ എത്ര വാല്യൂ ആണ് ഇരിക്കണം, 3 വാല്യൂ. അപ്പൊ 3 തവണയാണ് ലൂപ്പ് കറങ്ങുക. അടുത്ത തവണ വരാൻ നേരത്തെ എക്സിന്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, ARR1. ARR എന്ന് പറഞ്ഞ വേരിയബിളിന്റെ ഒന്നാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന വാല്യൂ എന്താണ്, അത് നാഫിൽ. രണ്ടെത്തുമ്പോൾ അർഷാദ്. അപ്പൊ ഇങ്ങനെയാണ് എ ഓഫ് കണ്ടുപിടിക്കണം. മീൻസ് 4 ഓഫ് വെച്ച് നമ്മൾ വാല്യൂ ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മൾ വാല്യൂസ് ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണം, വാല്യൂസ് ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് 4 ഓഫ് യൂസ് ചെയ്യണം. ലൂപ്സ് ത്രൂ ദ വാല്യൂസ് ഓഫ് ആൻ ഐട്രേറ്റീവ് ഒബ്ജക്ട്സ്. നമ്മൾ ഒബ്ജക്റ്റിനെ ഐട്രേറ്റീവ് ചെയ്യാനാണ് 4 ഓഫ്സ് യൂസ് ചെയ്യണം. ഇനി അടുത്താണ് ഫോറിൻ. ഫോറിൻ എന്ന് പറയുമ്പോൾ നേരെ ഒബ്ജക്റ്റിനെ ഐട്രേറ്റ് ചെയ്തെടുക്കാനാണ് ഫോറിൻ യൂസ് ചെയ്യണം. ഫോറിൻ എന്ന് പറയുമ്പോൾ നേരെ ഒബ്ജക്റ്റിനെ ഐട്രേറ്റ് ചെയ്യാനാണ്. ഇപ്പൊ എങ്ങനെ പറയാം, ഞാൻ നേരത്തെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനെങ്ങനെ ഐട്രേറ്റ് ചെയ്തെടുക്കാന്ന് പറയാം. അപ്പൊ ലെറ്റ് ബി ഈസ് ഈക്വൽ, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, നൈം പേര് അമല് കോമ ഇട്ടിട്ട് അടുത്ത് അയ്യോ ഒന്നുകൂടി ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഏജ് കോളൻ, എന്നിട്ട് വയസ്സ് വയസ്സ്, അടുത്തത് കോഴ്സ്, കോഴ്സ് കോഴ്സിന്റെ പേര് MCA. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റ് ഇതാണ് കിട്ടുന്നത്. എനിക്ക് എന്ത് ചെയ്യണം, ഈ ഒബ്ജക്റ്റിനെ എല്ലാത്തിനെ ഐട്രേറ്റ് ചെയ്ത് കാണിക്കണം, ലൂപ്പിലിട്ട് ഓരോന്നെടുത്ത് കാണിക്കണം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഫോറിന് യൂസ് ചെയ്യാം. ഫോർ ലെറ്റ് ഒരു വേരിയബിൾ, അത് ഇഷ്ടമുള്ള വേരിയബിൾ എക്സ് എന്തെങ്കിലും ഒരു വേരിയബിളിനെ ഇവിടെ ഞാൻ ഇവിടെ കീ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത്, കീ ഇന്ന് എവിടെ ചെക്ക് ചെയ്ത് നോക്കണം, ബിയിൽ ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് കർലി ബേസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. എന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ഞാൻ ഇവിടെ കീ ആണ് പ്രിന്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് മാത്രമേ വരത്തുള്ളൂ, നൈം ഏജ് കോഴ്സ് എന്ന് മാത്രം പ്രിന്റ് ചെയ്ത് വരത്തുള്ളൂ. കേട്ടാ, നൈം ഏജ് കോഴ്സ് എന്ന് മാത്രമേ എനിക്ക് പ്രിന്റ് ചെയ്ത് വരത്തുള്ളൂ. ഇനി എനിക്ക് ഇതിന്റെ ഓരോ കറസ്പോണ്ടിങ് വാല്യൂസും കൂടി എനിക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ഇവിടെ കൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെന്നാണ് എനിക്ക് വാല്യൂസ് എടുക്കാനുള്ള, ബി എന്നുള്ള ഒബ്ജക്റ്റ് എന്നാണ് എടുക്കാനുള്ള. അപ്പൊ ബി സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എന്ത് പാസ് ചെയ്ത് കൊടുക്കണം, ഇവിടെ ഏത് വേരിയബിൾ ആണ് ഡിക്ലെയർ ചെയ്യണം ആ വാല്യൂ പാസ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ കീ എന്ന് പാസ് ചെയ്ത് കൊടുത്തതിനെ കീ എന്ന് പറഞ്ഞ് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അമ്മല് 23 MCA ആണ്. അമ്മല് 23 MCA. അപ്പൊ ഇതൊരു ഐട്രേഷൻ കണക്കാണ്. നമ്മൾ ഒബ്ജക്റ്റിലും ഇതുകൊണ്ട് നമുക്ക് അറയിലും ഈ സംഭവം ചെയ്യാം. നമ്മൾ നേരത്തെ എക്സ്പ്ലനേഷൻ പറഞ്ഞ കണക്ക് തന്നെ ഇവിടെ B(0) എന്ന് എടുക്കാൻ, B(0) എന്ന് പറയുമ്പോൾ ആദ്യത്തെ കീ ആണ് അത്. ഇവിടെ കീ എന്ന് വരാൻ നേരത്ത് 0 എന്നല്ല പറഞ്ഞാൽ ഡയറക്റ്റ് ഈ കീ വാല്യൂ ആണ്. എന്ന് വെച്ചാൽ B(name). ഞാൻ നേരത്തെ സ്റ്റുഡന്റ് ഡോട്ട് നൈം എന്ന് കാണിച്ചില്ല. അപ്പൊ ഇവിടുത്തെ വർക്കിംഗ് ഈ B സ്ക്വയർ ബ്രാക്കറ്റ് നൈം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് അത് ഇരിക്കുന്നത്, B.name. പിന്നെ അടുത്ത കീ എന്ന് പറയുമ്പോൾ B.age. അപ്പൊ ഇവിടെ നമ്പർ അല്ല സ്റ്റോർ ചെയ്യണം, പകരം അതിന്റെ കറസ്പോണ്ടിങ് കീ ആണ് സ്റ്റോർ ആവുന്നത്, ഒബ്ജക്റ്റ് ആണെങ്കിൽ. ഇനി അറയാണ് യൂസ് ചെയ്യണമെങ്കിൽ അവിടെ നമ്പർ ആയിരിക്കും. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, അപ്പൊ ഒരു ഐഡിയ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടും ഒത്തുവാണെങ്കിൽ പ്രിന്റ് ചെയ്യാനൊക്കെ പറ്റും. ഇതിപ്പോ ബാക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, രണ്ട് വേരിയബിൾസ് ആദ്യം എനിക്ക് കീ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ കീ, എന്നിട്ട് സെമി കോളൻ ഇട്ടിട്ട് വീണ്ടും അടുത്ത വേരിയബിളിന് വേണ്ടി ഡോളർ, എന്നിട്ട് ബി ഓഫ് കീ എന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ കീയും കിട്ടും, ഡയറക്റ്റ് വാല്യൂയും കിട്ടും. കേട്ടോ, അതിന്റെ കീ അതിന്റെ വാല്യൂ, അടുത്ത കീ അടുത്ത വാല്യൂ, അടുത്ത കീ അടുത്ത വാല്യൂ. അപ്പൊ ഇതാണ് 4 ഓഫും 4 ഇന്നും. ഒന്ന് നമ്മളെ വാല്യൂസിനെ ഐട്രേഷൻ ചെയ്ത് തരും. 4 ഓഫ് 4 ഇൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഒബ്ജക്റ്റിനെ ഐട്രേറ്റ് ചെയ്ത് തരും.